ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് കാലത്തിലെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊച്ചു ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ഒരു കിളി കൂട് വയ്ക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ കാട്ടിൽ പറന്ന് നടക്കുകയാണ്. അവിടെ കണ്ട ഒരു വലിയ മരത്തിൻ്റെ അടുത്തെത്തി കിളി ചോദിച്ചു, എനിക്ക് കൂട് വയ്ക്കാനായിട്ട് കുറച്ച് സ്ഥലം തരുമോ? ആ മരം അപ്പോൾ തന്നെ കിളിയോട് പറഞ്ഞു, ഇവിടെ നിനക്ക് കൂട് വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം, കാരണം എനിക്ക് സൗകര്യം തരാനായിട്ട് പറ്റുകയില്ല. കിളി വളരെ വിഷമത്തോടു കൂടെ അവിടെ നിന്ന് പറന്നു പോവുകയാണ്. തൊട്ടടുത്തുള്ള വലിയൊരു മരത്തിൻ്റെ അടുത്തെത്തി തൻ്റെ കാര്യം ആവശ്യം ഇങ്ങനെ ചോദിക്കുകയാണ് മരത്തിൻ്റെ അടുത്ത്. ആ മരം വളരെ സന്തോഷത്തോടു കൂടെ കിളിക്ക് കൂട് വയ്ക്കാനും അതിൽ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ ആയിട്ട് സ്ഥലം കൊടുക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായൊരു കൂട് വെച്ച് കിളി വളരെ സുരക്ഷിതമായിട്ട് ആ മരത്തിൽ ജീവിക്കുകയാണ്. വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലത്തിലേക്ക് പ്രവേശിച്ചു. കാറ്റും മഴയും ഇടിയും ഒക്കെ ആയിട്ട് അങ്ങനെ മഴ തകർത്ത് പെയ്യുകയാണ്. അങ്ങനെ ആദ്യം ഈ കിളി അഭയം അന്വേഷിച്ച് ചെന്ന, കൂട് വയ്ക്കാനായിട്ട് അന്വേഷിച്ച് ചെന്ന ആ മരം കടപുഴകി വീഴുകയാണ് ഈ വലിയ കാറ്റിലും മഴയിലൊക്കെ പെട്ട്. കിളി ഉടനെ തന്നെ ആ വീണ് കിടക്കുന്ന മരത്തിൻ്റെ അടുത്ത് ചെന്ന് വളരെ കാര്യമായിട്ട് ചെറിയൊരു പരിഹാസത്തോടു കൂടെ ഈ മരത്തിൻ്റെ അടുത്ത് പറയുകയാണ്, അന്ന് ഞാൻ വളരെ വിഷമത്തോടു കൂടെ നിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു കൂട് വയ്ക്കാനായിട്ട് എനിക്ക് ഇടം തരുമോ? പക്ഷെ നീ എന്നെ വളരെ ലാഘവത്തോടു കൂടെ നീ എന്നെ തള്ളിക്കളഞ്ഞു, നീ എന്നെ ആട്ടിപ്പായിച്ചു. ഇപ്പോൾ നിന്റെ സ്ഥിതി കണ്ട് എനിക്ക് വിഷമം തോന്നുകയാണ്. ഇത് കണ്ട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ ആ വീണ് കിടക്കുന്ന മരം പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഈ വരുന്ന മഴക്കാലത്ത് ഈ വലിയ കാറ്റിലും മഴയിലും പെട്ട് ഞാൻ വീണു പോകും, കാരണം എൻ്റെ ശിഖിരങ്ങൾക്ക് ശക്തിയില്ലാതായി തീർന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിനക്ക് കൂട് വയ്ക്കാനായിട്ട് ഇടം തന്നാൽ നീയും കൂടെ അപകടത്തിൽ പെടുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു കൊണ്ട് ഞാൻ നിന്നെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഒത്തിരി സന്തോഷം, നീ നല്ലൊരു ജീവിതം നയിക്കുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു കഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ നോമ്പുകാലമായിട്ട് ഇതിനേറെ പ്രസക്തിയുണ്ട്. ചില മുൻവിധികൾ, വിധിവാചകങ്ങളൊക്കെ ഈ നോമ്പ് കാലഘട്ടം ഒന്ന് മാറ്റി എഴുതാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണുക. കുറെ വിധിവാചകങ്ങളാണ്. ഇവനല്ലേ ക്രിസ്തു, ഇവനെയല്ലേ പരസ്യമായിട്ട് നമ്മൾ കൊല്ലാനായിട്ട് അന്വേഷിക്കുന്നത്, ആ ഇവനാണോ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കെതിരെയുള്ള കുറെ മുൻവിധികളും വിധിവാചകങ്ങളും ഉയരുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമ്മുടെ തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുക. ഈ വചനത്തെ ആസ്പദമാക്കി നമ്മുടെ ചിന്തകളെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും, ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് വിധിവാചകങ്ങളുടെ കാലഘട്ടമല്ല, മറിച്ച് വീണ്ടു വിചാരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ നോമ്പുകാലം ഒരു നോമ്പുകാലമായിട്ട് മാറണമെങ്കിൽ, നോമ്പുകാലം ഒരു നോവുകാലമായിട്ട് പരിണമിക്കണമെങ്കിൽ ചില ഗതികളിൽ നമുക്കൊരു മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ പറയുന്ന വിധിവാചകങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെയൊക്കെ ഒന്ന് മാനുഷികമായി പരിഗണിക്കാനായിട്ട്, വിധിവാചകങ്ങളിൽ നിന്ന് മാറി വീണ്ടും വിചാരങ്ങളോടുകൂടെ ഈശോയുടെ മരക്കുരിശിനെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കുരിശിൻ്റെ വഴിയിൽ 1-ാമത്തെ സ്ഥലത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പീലാത്തോസ് വിധിവാചകം ഉച്ചരിച്ചു, കുറ്റക്കാരനല്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. അപ്പോൾ അന്ന് മുതലേ ഈ വിധിവാചകമുണ്ട്. ഈശോ പറയുന്നത് അത് തിരുത്തി എഴുതണം, ആരെയും മുൻവിധികളോടുകൂടെ നീ നോക്കിക്കാണരുത്. ഈ നോമ്പ് കാലഘട്ടം നമുക്കതൊരു തിരിച്ചറിവിൻ്റെതായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കും ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം, ആരെയും വിധിക്കാതെ എല്ലാവരെയും മാനുഷികമായ ഒരു പരിഗണനയോടുകൂടെ കാണുവാനും ഈശോയുടെ കുരിശിൻ്റെ കീഴിലേക്ക് നമ്മുടെ ജീവിത നിയോഗങ്ങളുമായിട്ട് കടന്നു ചെല്ലുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വലിയ സമാധാനവും കൃപയും നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.